പത്തനംതിട്ടയിൽ CPM-ൽ ചേർന്നവരിൽ റൌഡിയും ഇന്ന് CPM-ൽ ചേർന്നവരിൽ പോലീസിന്റെ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ട ആളുമുണ്ട്. വെട്ടൂർ റേഡിയോ ജംഗ്ഷൻ സ്വദേശിയായ സിദ്ദിഖ് മലയാലപ്പുഴ പോലീസ് സ്റ്റേഷനിലെ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ്. സിദ്ദിഖിനെ കൂടാതെ വിവിധ കേസുകളിൽ പ്രതികളായ മാജിക് കണ്ണൻ, അരുൺ എന്നിവരും CPM-ൽ ചേർന്നവരിൽ ഉൾപ്പെടും. CK അഭിലാൽ പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നുണ്ട്. അഭിലാല്, കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന നാണക്കേടിലായത് ഇതേ പത്തനംതിട്ടയിലെ CPM തന്നെയാണ്. അതിലേക്ക് വീണ്ടും ഈ റൌഡി ലിസ്റ്റിലൊക്കെ പെട്ട ആൾക്കാരെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ നാണക്കേട് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു. ഒരു ഉദാഹരണം പോലും മുന്നിലുണ്ട്. ഇതിപ്പോൾ നോക്കാതെയും കാണാതെയും ആരെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരികയാണോ? അഭിലാൽ, ശരി, അഭിലാലേക്ക് വരാം. പത്തനംതിട്ടയിലെ കാപ്പ കേസ് പ്രതി CPM-ൽ ചേർന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം വന്ന ഓരോ പ്രശ്നങ്ങളും, വിവാദങ്ങളും, ചർച്ചകളും, പ്രതികരണവും ഒക്കെ നമ്മൾ കുറെ കാലം മുൻപേ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ അതേ പത്തനംതിട്ടയിൽ നിന്നും സമാനമായ രീതിയിൽ മറ്റൊരു സംഭവം കൂടി വരികയാണ്. പത്തനംതിട്ടയിൽ CPM-ൽ ചേർന്നവരിൽ റൌഡിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് CPM-ൽ ചേർന്നവരിൽ പോലീസിന്റെ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ട ആളുമുണ്ട്. സിദ്ദിഖ് എന്നയാൾ മലയാലപ്പുഴ പോലീസ് സ്റ്റേഷനിലെ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ട ആളാണ് എന്നറിയുന്നു. സിദ്ദിഖിനെ കൂടാതെ വിവിധ കേസുകളിൽ പ്രതികളായ മറ്റ് രണ്ടുപേരും CPM-ൽ ചേർന്നവരിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അഭിലാൽ ചേർന്നുണ്ട്. അഭിലാൽ, പറയൂ. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനം നാളെ തുടങ്ങുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമായി മുൻപ് പ്രവർത്തിച്ചിരുന്ന 50ഓളം യുവാക്കളെ പാർട്ടിയുടെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ളത്. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, സംസ്ഥാന സമിതി അംഗം രാജു എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇവരെ മാലയിട്ട് സ്വീകരിച്ചത്. ഇതിൽ പോലീസിന്റെ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ട ഒരാളും നിരവധി കേസുകളിൽ പ്രതികളായ മറ്റ് രണ്ടുപേരും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെട്ടൂർ റേഡിയോ ജംഗ്ഷൻ ചെമ്പകപ്പുരയിടം വീട്ടിൽ സിദ്ദിഖ് എന്ന 33-കാരൻ 4 കേസുകളിലെ പ്രതിയാണ്. മലയാലപ്പുഴ പോലീസ് സ്റ്റേഷനിലെ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട സ്റ്റേഷനിൽ ഇയാൾക്കെതിരായ കേസ് എന്നുള്ളത് പോലീസുകാരനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി എന്നതാണ്. ഈ കേസടക്കം 4 കേസുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. മറ്റ് 2 പേർ പ്രമാടം മല്ലശ്ശേരി സ്വദേശികളാണ്. അതിൽ ഒരാൾ മാജിക് കണ്ണൻ എന്നറിയപ്പെടുന്ന ആളാണ്. രണ്ടാമത്തെ ആൾ അരുൺ. കൊലപാതക ശ്രമ കേസിൽ ജയിലിലായിരുന്ന അരുൺ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തിറങ്ങിയത്. നേരത്തെ ഏറെക്കുറെ 6 മാസങ്ങൾക്ക് മുൻപാണ് കാപ്പ കേസ് പ്രതി അടക്കം പ്രധാനപ്പെട്ട കേസുകളിൽ പ്രതിയായിട്ടുള്ള ഏതാനും പേർ പത്തനംതിട്ടയിൽ CPM-ന്റെ ഭാഗമായത്. ഇത് വാർത്ത വന്നു, വലിയ വിവാദം സൃഷ്ടിച്ചിട്ടും അവരെ തള്ളിപ്പറയാൻ പാർട്ടി നേതൃത്വം അന്ന് തയ്യാറായില്ല എന്നതിനാൽ തന്നെ പുതിയ സംഭവ വികാസങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തൽ നടപടികളിലേക്ക് ഇവിടെ കടക്കാനുള്ള സാധ്യത വിരളമാണ്. ശരി.